പത്തനംതിട്ട കൂടലിൽ പുറമ്പോക്ക് ഭൂമിയിൽ പൊളിഞ്ഞു വീഴാറായ ഒറ്റമുറി വീട്ടിൽ ഭയപ്പെട്ട് ജീവിക്കുകയാണ് 64-കാരി വത്സല. അടച്ചുറപ്പുള്ള വീടിനു വേണ്ടി പലതവണ അധികാരികളെ സമീപിച്ചിട്ട് പോലും നിരാശ മാത്രമായിരുന്നു ഫലം. തൊഴിലുറപ്പ് വരുമാനത്തെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന വത്സല ഇപ്പോൾ അസുഖബാധിത കൂടിയാണ്. കൂടൽ തിടിനിരത്തുപറയിൽ പുറമ്പോക്ക് ഭൂമിയിലാണ് വത്സലയുടെ താമസം. ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ഒറ്റമുറി വീട്. പുറം ലോകവുമായി ഒറ്റപ്പെട്ട ഒരു പാറമുകളിലാണ് 64-കാരി വത്സല ഒറ്റയ്ക്ക് താമസിക്കുന്നത്. തൊഴിലുറപ്പ് ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മാത്രമാണ് ഏക ആശ്രയം. അടച്ചുറപ്പുള്ള വീട് വയ്ക്കുന്നതിനായി പലതവണ അധികാരികളെ സമീപിച്ചതാണ്. ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിക്കപ്പെട്ടെങ്കിലും പിന്നീട് അത് റദ്ദാക്കപ്പെട്ടു. ഇപ്പോഴത്തെ വാർഡ് മെമ്പർ 2 ലക്ഷം രൂപ മുടക്കി സ്ഥലം വാങ്ങിയാൽ വീട് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിരാശ്രയായ വത്സലയ്ക്ക് 2 ലക്ഷം എങ്ങനെ ഉണ്ടാക്കുമെന്നറിയില്ല. കിടക്കുന്നത് വീട് വലിയ സ്ഥലമില്ലെന്നും പറഞ്ഞു കൊടുത്താൽ ലൈഫിന്റെ വീടിന് അപേക്ഷിച്ച മെമ്പർ അത് ക്യാൻസലാക്കി. നമ്മൾ 2 ലക്ഷം രൂപ മുടക്കി സ്ഥലം വാങ്ങിച്ചിട്ടിട്ട് ചെന്നില്ലെങ്കിൽ വീട് വെച്ച് തരാമെന്ന്. ഈ പുറമ്പോക്കി കിടക്കുന്ന ഞാൻ എങ്ങനെ 2 ലക്ഷം രൂപ ഉണ്ടാക്കും? വഴിയില്ലാതെ പിഴയില്ല. പിന്നെ തൊഴിലുറപ്പ് ജോലി ചെയ്താ ജീവിക്കുന്നത്. ആരുമില്ല സഹായിക്കാൻ. മഴക്കാലത്ത് വലിയ ഭീതിയോടെയാണ് വത്സല ഈ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നത്. സ്വകാര്യ വ്യക്തിയുടെ കാടുമൂടിയ പറമ്പിലൂടെ വേണം പുറത്തേക്ക് പോകാൻ. അടച്ചുറപ്പുള്ള വീടിനു വേണ്ടി സുമനസുകളുടെ സഹായം ആഗ്രഹിക്കുകയാണ് ഈ 64-കാരി. ജനം, പത്തനംതിട്ട.